കുറച്ച് ചെടികളൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചു. എനിക്ക് 2 മാമന്മാരുണ്ടായി. അതിലൊരു മാമന്റെ വീടാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. പിന്നെ അടുത്ത മാമന്റെ വീട്ടിലേക്ക് പോവാം. ഇന്ന് നമ്മൾ കുറച്ച് ലീഫി പ്ലാന്റ്സ് ആണ് ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് എന്റെ മാമന്റെ ജീപ്പാണ്. നല്ല രസമാണ് കേട്ടോ ഇതിന്റെ ഉള്ളിൽ ഇരിക്കാൻ. ഞാൻ ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. നല്ല രസമാണ് ഇതിന്റെ ഉള്ളിൽ ഇരിക്കാൻ. ഇതിന്റെ മാമന്റെ മാമ വന്നിട്ട് വേണം ഇതിലൊക്കെ ഒന്ന് പോവാന്. അപ്പൊ ഇത് നമുക്ക് ചെടിയാണ്. അപ്പൊ ഇതൊക്കെയാണ് ലീഫി പ്ലാന്റ്സ്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇവരൊക്കെ നല്ലപോലെ നോക്കിയവരൊക്കെ നല്ല ബുഷിയായി വളരും. പിന്നെ ഇതൊക്കെ ഷെയ്ഡിൽ വെക്കേണ്ട പ്ലാന്റ്സ് ആണ്. എല്ലാവരും പ്രത്യേകം ചെയ്യണം. ഷെയ്ഡിൽ വെച്ചാൽ മാത്രമേ നല്ലപോലെ ബുഷിയായി വളരുള്ളൂ. അല്ലെങ്കിൽ ഇലയുടെ കളറൊക്കെ മഞ്ഞാവും. പിന്നെ ഇവരുടെ പേരും ഞങ്ങൾക്ക് അറിയില്ല. അതൊക്കെ കടയിലുള്ള ആളുകളിലൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മാത്രമേ അറിയൂ. ഞങ്ങൾക്ക് അറിയില്ല ഇതിന്റെ പേരൊന്നും. ഞങ്ങൾക്ക് ഇതിന്റെ പേരറിയുന്ന ഒന്നുണ്ട്, കെലാറ്റി. ഇത് ഭയങ്കര ഭംഗിയാണ് കാണാന്. ഇതിന്റെ ലീഫൊക്കെ 2 കളർ മിക്സ്ഡ് ആയിട്ടുള്ള ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെടിയാണ് കെലാറ്റി. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് വേറെ വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. ഇത് ചട്ടിയിൽ വെച്ചാൽ വേഗം നല്ല തിക്കായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. മാമിക്ക് ചെടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. മാമി തന്നെയാണ് ഇതിന്റെ ഫുൾ കെയറിങ്സും. മാമിക്ക് ചെടി മാത്രമല്ല ഉള്ളത്, മാമിക്ക് നന്നായി ഫ്ലവേഴ്സും ഉണ്ടാകാറുണ്ട്. മാമിക്കൊരു യൂട്യൂബ് ചാനലും കൂടി ഉണ്ട്, ഹോംലി ആർട്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ കാണാത്തവര് വേഗം ചെന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് വേറെ മാമിന്റെ വീട്ടിലേക്ക് പോകാം. ഇതിന്റെ പേര് ഞങ്ങൾക്ക് അറിയില്ല. അത് നല്ല ചെടിയാണ്. ഇതിന്റെ ലീഫ് നമ്മളിങ്ങനെ നീണ്ടില്ല വരിക. ലീഫി സൈഡിക്ക് ആയിട്ടാണ് വരിക. ഇത് നല്ല ലീഫി പ്ലാന്റ് ആണ്. ഇതിലൊരു പൂവ് ഉണ്ടാവും. ഈ പ്ലാന്റ് കാണാൻ നല്ല രസമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ചെടി. ഇതിന്റെ പേര് ബട്ടർഫ്ലൈ പ്ലാന്റ്. അപ്പൊ ഇതിനൊരു വയലറ്റ് പൂവ് ഉണ്ടാവും. പിന്നെ ഇതാണ് ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു പർപ്പിള് കളറ്. പിന്നെ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ആണല്ലോ, ഇതിന് ലീഫൊക്കെ ബട്ടർഫ്ലൈൻ്റെ പോലെയാണ്. അതാണ് ഞങ്ങൾ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ചെടി. അപ്പോൾ ഈ ചെടി കാക്ടസിൽ പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫ് കാക്ടസിൻ്റെ പോലെ ഗ്രീൻ അല്ല, ഒരു പിങ്കിഷ് കളറുള്ള ലീഫാണ്. ഇത് നല്ല ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെടിയാണിത്. കാക്ടസ് ബെറ്റർ വെർഷൻ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ലീഫ്സിന് ഒരു ലൈൻ ഉണ്ട്. ഈ പ്ലാന്റും കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടില്ലേ, സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ ഒരു ലൈന്. അപ്പൊ ഇത് വീടിന്റെ അടുത്തുള്ളൊരു കുളമാണ്. ഇവിടെ നല്ല രസമാണ് വന്ന് നിൽക്കുമ്പോൾ. ഇവിടെ നിറഞ്ഞിരിക്കുകയാണ് ഫുള്ള് വെള്ളമായിട്ട്. വെള്ളം നല്ലതാവുമ്പോൾ ആൾക്കാരൊക്കെ വന്ന് കുളിക്കാറുണ്ട്. നല്ല രസമാണ് ഇവിടെ. അപ്പോൾ ഇത് ഞങ്ങളൊരു നഴ്സറി പോയതാണ്. അപ്പോൾ അവിടെ കുറേ പ്ലാന്റ്സ് ഉണ്ട്.
പിന്നെ ഞങ്ങളിപ്പോൾ കാണിക്കുന്ന കാക്ടസിൻ്റെ വെറൈറ്റീസാണ്. കുറേ വെറൈറ്റീസ് ഉണ്ട്. പൂവുണ്ട്, പിന്നെ നീണ്ടത്, പൂവിടാത്തത്, പിന്നെ എന്താ പറയുക, നല്ല ഭംഗിയുള്ള കുറേ കാക്ടസിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് അഡീനിയത്തിൽ പെട്ട വെറൈറ്റീസ് ആണ്. ഇത് മഴക്കാലം ആയതുകൊണ്ട് അങ്ങനെ ഫ്ലവേഴ്സ് ഇടില്ല. ഇത് നല്ല സൺലൈറ്റ് വേണം. അപ്പോൾ സൺലൈറ്റ് ഉള്ള സമയത്ത് മാത്രമേ ഇത് ഫ്ലവേഴ്സ് ഉണ്ടാവുള്ളൂ. ഇത് വെള്ളത്തിൽ വെക്കുന്ന ഒരു ഓർക്കിഡാണ്. ഇതിൻ്റെ ഫ്ലവേഴ്സ് നല്ല കൊല ആയിട്ടാണ് ഉണ്ടാവുക. ഇത് ആന്തൂറിയം വെറൈറ്റീസ് ആണ്. അപ്പോൾ ഇത് ഷെയ്ഡി വെക്കേണ്ട ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഫേൺസ് ആണ്. അപ്പോൾ ഇത് മരാന്ത അഗ്ലോണിമാസ് വെറൈറ്റി ആണ്. അപ്പോൾ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇതിന് പിന്നെ തീരെ സൺലൈറ്റ് പാടില്ല. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഓരോ ലീഫും നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഇതിൻ്റെ പേര് ഞങ്ങൾക്ക് അറിയില്ല. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ലീവ്സൊക്കെ ഭയങ്കര കളർഫുള്ളാണ്. അപ്പോൾ ഗായ്സ് നമ്മുടെ വീഡിയോയുടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ, ബൈ.